വേണോ? പറ പറ. ആ, എവിടെ ഞാൻ നിർത്തിയത് വിളി? ഓക്കെ. ആ, അപ്പം ഈ പറഞ്ഞ ഈ പറഞ്ഞ ആണുങ്ങളെല്ലാം ഇതിന് കോംപ്രമൈസ് എന്നെല്ലാം പറഞ്ഞിട്ട് നിന്നിട്ട് ഇവനെല്ലാം അപ്പുറം ഇപ്പുറം തമ്മി തല്ലിപ്പിച്ച് എന്നല്ലാണ്ട് കാരണം ഓനെല്ലാം എന്നാലേ വ്യൂസും ഇതെല്ലാം കിട്ടും. ഷമീർ ഇതാകണം, തൊപ്പിയും ഇതാകണം, ഇവർ തമ്മിൽ അടിയായാൽ ഓനെല്ലാം ഗുണമാണ്. മനസ്സിലായി? സിമ്പിൾ ലോജിക്ക് ഇതിലെല്ലാം മണ്ടന്മാരായത് ഞാനും ഓരും മാത്രം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം ഈ പറഞ്ഞതിൽ എന്തൊക്കെ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിൽ കൊണ്ടുവരണം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് ഈ പറഞ്ഞ മൻസൂർക്കായിട്ട് കുറേ സമയം സംസാരിച്ച് ലാസ്റ്റ് റാംബോനെ വിളിച്ചാലും റാംബോ പറഞ്ഞത് നീ അങ്ങനെ പൊട്ടിക്കുന്നുണ്ടെങ്കിൽ നീ പൊട്ടിക്കടാ മൈര, അങ്ങനെ എന്തോന്ന് എന്നോട് പറഞ്ഞത്. മനസ്സിലായി? എന്നിട്ടും ഞാൻ ഇതാക്കി അശ്വിൻ ചേട്ടനെ വിളിച്ച്, ഓനെ വിളിച്ച്, ഇവനെ വിളിച്ച്, മറ്റവനെ വിളിച്ച്. കാരണം ഇങ്ങനെ ഒരു സീന് ക്രിയേറ്റ് ചെയ്യണ്ട, ഇങ്ങനെ ഒരു സീൻ വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് മാക്സിമം പറയാനും ഇതാക്കാനും. ഒരു ഉറുപ്പ്യ പോലും വേണ്ടെന്ന് ഞാൻ പറഞ്ഞത്. 5ന്റെ പൈസ വേണ്ട, ഓനുമായിട്ടൊന്ന് സംസാരിച്ചിട്ട് ഇത് സോൾവ് ചെയ്തോടെ എന്ന് പറയാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്താ കയപ്പ് ആയിരിക്കും. എനിക്കറിയില്ല മുത്തേ, ഈ പറഞ്ഞ പോലെ ആയിരിക്കാന്ന് ഇത് എന്താ ഇതിന്റെ ഇത് എനിക്കറിയില്ല മുത്തേ. സത്യം ഞാൻ പറയാലോ. ഇത് ഞാൻ ആലോചിക്കുമ്പോ ഞാൻ പറയട്ടെ, തൊപ്പിയും ഞാനും ഒഴിച്ച് ബാക്കി എല്ലാവരും ഈ പറഞ്ഞ പോലെ തമ്മിത്തല്ല് കാണാനും തെറ്റാനും ആഗ്രഹിച്ചിരുന്ന ആൾക്കാരാ അന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം ഏതൊരുത്തന്റെ പേര് നിങ്ങൾ അതിന്റെ കൂടെ എടുത്തിട്ടാലും എല്ലാവരും അത് ആഗ്രഹിച്ചിരുന്നു. അതെന്തിനാ ഏതിനാ എന്താ എനിക്കറിയില്ല. മനസ്സിലായ? സോ എനിക്ക് ഇപ്പൊ മനസ്സിലായെന്ന് പറഞ്ഞാൽ എടാ എന്നെ കൊണ്ട് പറ്റാവുന്ന എല്ലാ രീതിയിലും ഈ പറഞ്ഞ പോലെ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടി ഞാൻ നോക്കി. പറ്റിയില്ല. ഇതിങ്ങനെയാന്ന് തോന്നുന്നു ഇത് നടക്കാൻ ഇതായത് വിധിച്ചത്. അപ്പൊ അതങ്ങനെ നടന്നു. എനിക്ക് ഇതിന്റെ ബാക്കിൽ വർത്താനം പറഞ്ഞിട്ടോ ഇതാക്കിയിട്ടോ ഒന്നും കാര്യമില്ല. അതറിയാം എനിക്ക്. അപ്പം അത് വിട്. നമുക്കിനി ബാക്കി അങ്ങോട്ട് ഇനി എൻ്റെ ജീവിതം നോക്കി ഞാൻ പോവാം, ഓനും എൻ്റെ ജീവിതം നോക്കി പോട്ടെ. അതല്ലാണ്ട് വേറെ ചെയ്യാനില്ല. ഓക്കെ. RP is RP, അത് സത്യം. RP അത് അത്രേ ഉള്ളൂ. ഓടാ ഉണ്ണ ഫ്രണ്ട്സിനിടയിലുള്ള അവിടെ തീർക്കണം. ഇവർ ഈ കഥയൊന്നും കേൾക്കാണ്ട് ഇപ്പം കയറി വന്നിട്ട് എന്തെല്ലാം ഈ മൊണ്ണ പറയുന്നത്. എൻ്റെ പൊന്നു ബ്രോ, അതാന്ന് ഇവിടെ പറഞ്ഞു കൊടുക്കുക. ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് ഇവിടെ ഇങ്ങനെ ഈ കുറച്ച് ആൾക്കാരുടെ അടുത്ത് പറഞ്ഞിട്ട് കാര്യമുണ്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ഈ അടുത്ത വരുന്ന ഓന് ഇത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ ഓൻക്ക് ഇതിൻ്റെ കഥ അറിയണ്ടാവില്ല. അപ്പോൾ ഓനോട് ഞാൻ പിന്നെയും വിവരിക്കണം. ഇത് ഈ പറഞ്ഞ ഓരോരുത്തരോട് ഞാൻ കഥ വിവരിക്കുന്ന പോലെ ഒരു 10 പ്രാവശ്യം ഞാൻ ഈ കഥ പറയേണ്ടി വരും. അപ്പോൾ ഇത് ഞാൻ യൂട്യൂബിലെങ്ങാനും പറഞ്ഞോളാം, അതാകുമ്പോൾ എല്ലാവർക്കും മനസ്സിലാവുമല്ലോ. ഇതല്ലാണ്ട് ഇവിടെ ഇപ്പൊ പറഞ്ഞിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ബ്രോ ഒന്നുകൂടെ പറ. 3 മിനിറ്റ് അപ്പോഴേക്കും മൊത്തം പറഞ്ഞു കഴിഞ്ഞതാ. എൻ്റെ പൊന്ന് ബ്രോ, ഞാൻ ഇവിടെ പറഞ്ഞ് തീർന്നില്ലേ? ഇനി ഞാൻ ഇതെന്താന്ന് ഇതിങ്ങനെ 10 പ്രാവശ്യം റിപ്പീറ്റ് അടിച്ച് പറയണോ? മച്ചു, നിങ്ങക്ക് നമ്മളല്ലോ ഇല്ലേ? താങ്ക് യു ബ്രദർ, താങ്ക് യു. കഥ കേട്ട് മടുത്ത് RP കയറണോ? നമുക്ക് നിർത്തിയാ പോരെ? ഞാൻ നാളെ വരാടാ, നാളെ വരാം. അല്ലേ നല്ലേ? എന്ത് കേസ് ബ്രോ? വിട് മച്ചു. വോയിസ് റെക്കോർഡ്? ആരും വോയിസ് റെക്കോർഡ്? TDM ക്ലൈന്റ് നമുക്ക് നാളെ ചെയ്യണം മുത്തേ, നാളെ ചെയ്യാം. മെയിൽ നിർത്ത്. മൂവ് ഓൺ ആയിട്ട് വാ. മൂവ് ഓൺ ആയിട്ട് വരല്ലേ? അപ്പോൾ ആ പരിപാടി നോക്ക്. ഈ പരിപാടിയൊക്കെ നിർത്ത്. നമുക്കിത് കണ്ട് മതിയായിരുന്നു. ഓക്കെ. അപ്പോൾ നാളെ മുതൽ നമുക്ക് നല്ല ഇതുമായിട്ട് വരാം. ഓക്കെ, നമ്മളെ ഇതുമായിട്ട് നമുക്ക് അങ്ങ് മുമ്പോട്ട് പോവാം. നല്ല അടിപൊളി സ്ട്രീപ്സുമായിട്ട് മുമ്പത്തെ പോലെ നമുക്ക് അങ്ങനെ പോവാം. അങ്ങനെ പോവാം. നാളെ മുതൽ ഞാൻ ഒരു ഉറപ്പ് തരാം, അങ്ങനെ ഞാൻ ഇതാക്കും. എൻ്റെ ഡൗണും എൻ്റെ ഇതൊക്കെ മാറ്റി വെക്ക്. നിങ്ങൾ ഇവിടെ അൾട്ടിമേറ്റ്ലി നിങ്ങൾ വരുന്നത് എൻജോയ് ചെയ്യാനും നിങ്ങൾ ഇതാക്കാനും, അല്ലാണ്ട് എൻ്റെ വിഷമം കേട്ട് സങ്കടപ്പെടാൻ അത് ശരിയല്ല. കാരണം നിങ്ങൾ വരുന്നത് നിങ്ങളത് നോക്കേണ്ട ആവശ്യമില്ല. അൾട്ടിമേറ്റ്ലി ഈ പറഞ്ഞ പോലെ അങ്ങനെ ചെയ്യുന്നത് മനസ്സിലായോ? എനിക്കിനി വാച്ചിങ് ഒന്നും ഉണ്ടാവില്ല ബ്രദർ. എനിക്കിപ്പോൾ ഇവിടെ വാച്ചിങ് ഉണ്ട്.
ഞാൻ പറയുന്നില്ല എനിക്ക് ഈ പറഞ്ഞ നിന്റെ ഒന്ന് മാസടിക്കാൻ വേണ്ടി നിന്റെ അടുത്തൊന്നും ഇതാക്കാനൊന്നും എനിക്ക് താല്പര്യമില്ല. അതുകൊണ്ട് നീ എല്ലാം എന്തെങ്കിലും ആക്ക്. അപ്പൊ അത് വിട്. അപ്പോ ബ്രോ എല്ലാം ഒരു വ്ളോഗായി പറ, എല്ലാ സത്യവും പുറത്തു വരട്ടെ. എന്തിനാണ് എന്താ ഈ പറഞ്ഞ പോലെ സത്യം പുറത്തു വരാനും ഇതാക്കാനുള്ളത്? മതിയടാ, മനസ്സിലാ? മതി, എനിക്ക് മതിയായി. നമുക്ക് നമ്മളെ പരിപാടിയായിട്ട് നാളെ മുതൽ പോവാടാ, മനസ്സിലായോ? നാളെ മുതൽ ഞാൻ അവേഴ്സ് കൂട്ടി ഞാൻ ചെയ്തോളാം. ഓക്കെ, നമുക്ക് നമ്മളെ ഇതുമായിട്ട് പോവാം, അത്രേ ഉള്ളൂ. ആഹാ. ഉം, 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 ഉം. അപ്പൊ ബൈ ഗൈസ്, നമുക്ക് നാളെ കാണാം. ലവ് യു, അത്രേ ഉള്ളൂ. ബൈ ബൈ, ലവ് യു. ഞാൻ എൻ്റെ ചെയ്യാം കേട്ടോ. നമുക്ക് നാളെ കാണാം.